ചേച്ചി, ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കാത്ത ഒന്നാണ് പെരിയ ഇരട്ട കൊലപാതകം. അതായത് കൃപേഷ് ശരത് ലാൽ എന്നീ രണ്ട് ചെറുപ്പക്കാരെ വളരെ അതിദാരുണമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒന്നാണത്. അതിൽ ഇന്നാൾക്ക് ഹൈക്കോടതി CPM നേതാക്കൾക്ക് ജീവപര്യന്തവും മുതിർന്ന നേതാക്കൾക്ക് 5 വർഷത്തെ തടവുമാണ് വിധിച്ചത്. പിന്നീട് അവരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയത് കണ്ടായിരുന്നല്ലോ, വളരെയധികം ലാവിഷായിട്ടാണ് അവർ എത്തിയത്. അതായത് CPMലെ മുതിർന്ന നേതാക്കൾ വരെ അവർക്ക് അഭിവാദ്യം അർപ്പിക്കാനും ലാൽ സലാം സഖാവെ എന്ന് വിളിക്കാനും പിന്നീട് അവർക്ക് പഠിക്കാൻ പുസ്തകങ്ങളൊക്കെ കൊണ്ടുകൊടുത്തു. ഇപ്പോഴിതാ ഈ കേസിലെ മുഖ്യപ്രതി PV കുഞ്ഞിരാമൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് ശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അവർ വീണ്ടും പുറത്ത്. ഇതൊക്കെ എന്താണ്? ഈ നാട്ടിൽ മാത്രമേ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ? ഈ നാട്ടിൽ ഇങ്ങനെ നടക്കുള്ളൂ, ഈ നാട്ടിൽ മാത്രമേ നടക്കുള്ളൂ എന്ന് ചോദിച്ചാൽ ഇത് ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന എത്രയോ കേസുകളിൽ ഒന്നാണെങ്കിൽ പോലും കേരളത്തില് രാഷ്ട്രീയ സ്ഥിതിയിൽ ഏറ്റവും ഇളക്കി മറിച്ചൊരു കേസ് എന്നുള്ള നിലയിൽ ഇതൊരു വലിയ സംഭവം തന്നെയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഒരു കൊലപാതക കേസിലെ 2 പേര് അല്ല 4 പേര് വെളിയിൽ ഇറങ്ങുമ്പോൾ ഒരു കൊലപാതകം ചെയ്തിട്ടാണ് ശിക്ഷ ഉത്തരവെന്തോ കോടതിയുടെ ഉത്തരവെന്തോ ആയിക്കൊണ്ട് പോട്ടെ, അവർ വെളിയിൽ ഇറങ്ങുമ്പം അവർ നോർമലായിട്ട് ഒരു പ്രതികൾ ജയിലിന് വെളിയിലോട്ട് ഇറങ്ങുന്നു എന്നാണ് വിചാരിക്കേണ്ടത്. പക്ഷെ അതിന് പകരം ഇവരെന്താണ്, ഇവരുടെ പിന്തുണയ്ക്കുന്ന ഇവരുടെ നേതാക്കന്മാരെല്ലാം ഇവരെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് ജയിച്ചിട്ട് തിരിച്ചു വരുന്നത് പോലത്തെയാണ് അവരെ സ്വീകരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അരോചകമായിട്ട് തോന്നും. മനസ്സിന് വളരെ അസ്വസ്ഥപ്പെടുത്തുന്ന കാഴ്ചകളാണ് അത് കാണുന്നത്. കാരണം കൊലപാതകത്തെ വീണ്ടും പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയമാണ് ഈ കേരളത്തിലുള്ളത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സാധാരണക്കാരും ഭയപ്പെട്ട് ജീവിക്കാവുള്ളൂ എന്നുള്ള സന്ദേശമാണ് ഈ നേതാക്കൾ ശരിക്കും പറഞ്ഞാൽ കാണിച്ചു തന്നത്. ഇപ്പം 4, അതായത് KV കുഞ്ഞിരാമൻ, അതുപോലെ തന്നെ മണികണ്ഠൻ, ഭാസ്കരൻ വെളുത്തോളി, രാഘവൻ വെളുത്തോളി, ഈ 4 പേരാണ് ഇപ്പം സ്റ്റേ കിട്ടിയത് കൊണ്ട് വെളിയിലിറങ്ങിയത്. ഈ 4 പേരെയും സ്വീകരിച്ചത് മുതിർന്ന CPMന്റെ മുതിർന്ന നേതാക്കളായ P ജയരാജനും MV ജയരാജനുമാണ്. ഇവരൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകാന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് ഇപ്പം കൊലപാതകത്തിന് ഏറ്റവും കൂടുതൽ തഴച്ചു വളരാൻ വേണ്ടിയിട്ട് ഒരു മണ്ണാണ് കേരളം. കൊലപാതകം അല്ലെങ്കിൽ തങ്ങൾ CPM എല്ലാവരെയും ഈ കൊലപ്പെടുത്തും എന്നുള്ള പ്രസ്താവന ഈ പറയുന്ന EV ജയരാജൻ തന്നെ അന്ന് ജയിലിന്റെ മുന്നിൽ നിന്ന് പറഞ്ഞായിരുന്നു. അതായത് CPM നേതാക്കളെയോ പ്രവർത്തകരെയോ തടവറ കാണിച്ച് നിങ്ങൾ പേടിപ്പിക്കേണ്ട, ഇതൊക്കെ ഞങ്ങൾക്ക് നിഷ്പ്രയാസമായിട്ട് ഊരിപ്പോരാൻ സാധിക്കുമെന്ന് അയാൾ പറഞ്ഞൊരു ഡയലോഗാണ്. അതായത് അയാളൊരു ജയിൽ ഉപദേശക സമിതി അംഗമാണ്, CPMന്റെ മുതിർന്ന നേതാവ്. ഞാൻ കണ്ടു വളർന്നതാണ്, എന്നെ കണ്ട് ഈ ഉമ്മാക്കൊന്നും കണ്ട് ഞാൻ പേടിക്കത്തില്ലെന്ന്, എന്നെക്കാളും വലിയ പെരുന്നാൾ വന്നിട്ട് ബാബ പള്ളിയിൽ പോയിട്ടില്ലെന്നൊക്കെ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി. അപ്പൊ നമ്മളൊക്കെ അപ്പോഴേ മനസ്സിലാക്കിക്കോണം, കൊന്നാലും മരിച്ചു പോയാലും നമ്മൾക്കൊന്നും വേണ്ടിയിട്ട് ചോദിക്കാൻ ഇവിടെ ഒരു കുഞ്ഞും വരത്തില്ല എന്നുള്ളത്. കാരണം ഈ കൊലപാതക രാഷ്ട്രീയത്തിന് നല്ല വളമാണ് കേരളം. ഇത്രയും നന്നായിട്ട് പിന്നെ പ്രതികളെ സ്വീകരിച്ച ഏതെങ്കിലും സംസ്ഥാനം ഇന്ത്യയിലുണ്ടോ എന്ന് തന്നെ സംശയമാണ്. മനസ്സിലായി? അപ്പൊ ആ ഒരു നിലപാടെടുക്കുന്ന ഒരു ഭരണകക്ഷിയാണ് ഇവിടെ ഉള്ളത്. അതിന് തിരിച്ചൊന്ന് പ്രതികരിക്കാൻ പോലും പ്രതിപക്ഷത്തിന് പോലും ആകുന്നില്ല എന്നുള്ളതാണ്. ഒന്നാലോചിച്ച് നോക്കൂ, എവിടെ പോയി നമ്മുടെ VD സതീശൻ പ്രതിപക്ഷ നേതാവൊക്കെ? അദ്ദേഹം ഏതോ കുണ്ടിലോ മാളത്തിലോ പോയി ഒളിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു അക്ഷരം വേണ്ട. ഇതുവരെ ഇത്രയും ദിവസമായിട്ട് ഈ രാഷ്ട്രീയക്കാരെയൊക്കെ വെളിയിറക്കുമ്പോൾ ഒരു ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം ഇവർക്കെതിരെ ഉയർത്താത്തത് എന്ത്? ഇത് ഇടതുപക്ഷത്തിനായിരുന്നു ഇതേ രീതിയിൽ സംഭവിച്ചിരുന്നെങ്കിൽ ഇടതുപക്ഷം എങ്ങനെയായിരിക്കും അത് പ്രതികരിക്കുന്നത്? ഇടതുപക്ഷം ചിലപ്പോൾ ഹർത്താൽ വരെ നടത്തിയേനെ. ചിലപ്പോൾ 2-3 ദിവസം നമുക്കറിയാലോ, സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ എന്തുമാത്രം അടിയാണ് നമ്മൾ ഡെയിലി ബസ്സിൽ പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇടതുപക്ഷം എന്തായാലും ഒരു 4-5 ദിവസം അങ്ങനെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ കിടന്ന് അടി ഉണ്ടാകുമായിരിക്കും. അങ്ങനെയായിരിക്കും അവരുടെ പ്രതിഷേധം, അവർ ആളി കത്തിക്കുന്നത്. അതെ, അങ്ങനെയൊക്കെ ചെയ്യാൻ അവർക്കേ പറ്റുള്ളൂ. അവനവൻ തന്നെ ഓരോന്നും ചെയ്തു വയ്ക്കുക, എന്നിട്ട് അവനവൻ തന്നെ ഹീറോ ആകാൻ വേണ്ടിയിട്ട് ആൾക്കാരെ കൊലപാതകം ചെയ്യുന്ന ഒരു രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റിൻ്റെത് മാത്രമേ ഉണ്ടാവുള്ളൂ. കേരളത്തിൽ മാത്രമേ അങ്ങനത്തെ ഒരു സർക്കാർ ഉണ്ടാവും. ഇങ്ങനത്തെ ഉള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും പ്രതികളെ സംരക്ഷിക്കുന്നതുമായിട്ടുള്ള ഒരു സർക്കാർ കേരളത്തിലേ ഉണ്ടാവുള്ളൂ. വേറെ എവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇങ്ങനത്തെ ഇത്തരം ഒറ്റപ്പെട്ട കൊലപാതകങ്ങളാണ്, ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നൊക്കെ എത്ര തന്നെ ആവർത്തിച്ച് പറഞ്ഞാലും മുഖ്യമന്ത്രി പറയുന്നത് പലതിനും വ്യക്തതയില്ല.
പഠിച്ചിട്ട് പറയാം, അന്വേഷിച്ചിട്ട് പറയാന്നൊക്കെയാണ്. പക്ഷെ ഇത്ര അരിയാഹാരം കഴിക്കുന്ന ഒരു മലയാളിക്ക് പോലും അറിയാം ഇതൊക്കെ ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. എത്ര കിട്ടിയാലും നമ്മൾ പഠിക്കത്തില്ല, നമ്മൾ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്താണ് അടുത്ത സംഭവിക്കാൻ പോകണം നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ കുഴി ചാടുകയും ചെയ്യും, ഇവരെയൊക്കെ സംരക്ഷിക്കുകയും ചെയ്യും, ഇവർക്ക് വോട്ട് കൊടുത്ത് ഇവരെ ജയിപ്പിക്കുകയും ചെയ്യും. അതിനൊരു യാതൊരു ഇപ്പോൾ സംശയമില്ല. ഇവർക്കെതിരെ ഒരു ഭരണവികാരം അല്ലെങ്കിൽ ഭരണവിരുദ്ധത ഇപ്പോൾ കേരളത്തിൽ ഉടലെടുത്തിട്ടുണ്ട്. അതായത് ഇടതുപക്ഷത്തിന്റെ ഈ നയത്തോട് തന്നെയാണ്. കാരണം കൊലയാളികളെ സംരക്ഷിക്കുന്നു, കൊലയാളികൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ നിന്ന് വരെ അഭിഭാഷകരെ കേരളത്തിലേക്ക് ഇറക്കുന്നു, അവർക്ക് വേണ്ടി അപ്പീൽ പോകുന്നു. എന്തായാലും ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിനെതിരെ തന്നെ വരുമല്ലോ ഈ ഒരു ഭരണവിരുദ്ധത. അത് ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് ഇല്ലെന്ന് എത്ര പറഞ്ഞാലും അത് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോഴത്തേക്കും കേരളത്തിന്റെ മനസ്സ് മുഴുവനും ആർക്കൊപ്പം നിൽക്കുമെന്നൊന്നും ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംസ്ഥാനമാണ്. അടുത്ത പ്രാവശ്യം ചിലപ്പം പിണറായി സർക്കാർ നാമാവശേഷമായി പോയേക്കാം. എന്നാലും അവസാനം വരെയുള്ള ഒരു ആത്മവിശ്വാസം കൊടുക്കാൻ ഇവർക്ക് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ തന്നെ ധാരാളം. ചുമ്മാ കുറെ കുരങ്ങനെ കൊണ്ട് ചൂടുചോറ് തീറ്റിക്കും പോലെ ഇങ്ങനെ ഓരോ പുതിയ തലമുറ ഇങ്ങനെ ഒരു ആവശ്യമില്ലാതെ രാഷ്ട്രീയത്തിൽ വലിച്ചഴക്കുകയും ചെയ്ത് അവരുടെ ആളുകളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ആ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രക്ഷോഭം. പുറത്തുനിന്ന് ആൾക്കാരെ വരുത്തുന്ന വേറെ ആരുമല്ല. ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിലെ കൊലപാതകങ്ങൾക്ക് പിന്നിൽ CPM-ന്റെ ആൾക്കാർ തന്നെയാണ് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ. ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ യൂണിവേഴ്സിറ്റിയിൽ നടന്നത്. ഇടിമുറിയിൽ ഭിന്നശേഷിക്കാരനായ SFI പ്രവർത്തകനെ SFI നേതാക്കൾ തന്നെ മർദ്ദിക്കുന്ന ഒരു ദൃശ്യം. അതിന്റെ ഒരു വിഷയമുണ്ട്. ചെറിയൊരു ഒരു പയ്യൻ ഒരു വിദ്യാർത്ഥി വളർന്നു വരുമ്പോഴും അവൻ അവിടുത്തെ ക്യാമ്പസിലെ നല്ലൊരു പ്രവർത്തകനാണെന്ന് ഇരിക്കട്ടെ, ഇത് സഹിക്കാൻ പറ്റാതെ വരുന്ന മുതിർന്ന കുട്ടി നേതാക്കളൊക്കെയാണ്, കുറച്ചുകൂടി ഉയർന്ന മുതിർന്ന കുട്ടി നേതാക്കളൊക്കെ ഇത് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇവനെതിരെ തന്നെ അവിടെ ആളെ ഇറക്കും. അത് നിശ്ചയമായിട്ടുള്ള കാര്യമാണ്. അത് പല ആവർത്തി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇതിന് മറ്റു രാഷ്ട്രീയക്കാരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇവര് തന്നെ സ്വയം ഇയാളെ ഒതുക്കണമെന്ന് ഈ വിദ്യാർത്ഥിയെ ഒതുക്കണമെന്ന് തീരുമാനിച്ചിട്ട് വെളിയിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് ഇങ്ങനെ വിദ്യാർത്ഥികളെ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തി അല്ലെങ്കിൽ ശാരീരികമായിട്ട് വളരെ പീഡിപ്പിച്ച് പുറത്താകുന്ന രീതി അവനെ കുറ്റക്കാരാക്കി വിദ്യാഭ്യാസം തന്നെ ഇല്ലാതാക്കുന്ന ഒരു യുവതലമുറ കമ്മ്യൂണിസ്റ്റിലുണ്ട്. ഇവർ തന്നെയാണ് ഈ സ്വയം ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തിട്ട് ഇത് മറ്റുള്ളവരുടെ മേലിൽ പഴിചാരുകയാണ്. ചാർത്തി കൊടുക്കുന്നത് അത്രയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലാണ്. എന്നിട്ട് ഇപ്പം ധീരജിന്റെ കൊലപാതകം ഇങ്ങനത്തെ എത്രയോ വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊക്കെ കമ്മ്യൂണിസ്റ്റിന് വ്യക്തമായിട്ടുള്ള പങ്കാണുള്ളത്. അത് അവരെത്ര തന്നെ നിഷേധിച്ചാലും ശരി, അതിനകത്ത് പറയുന്ന ഈ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ടെന്ന് ഇതിനോട് അടുത്ത് നിൽക്കുന്ന ആർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പം പാലക്കാട് ശ്രീനിവാസൻ കൊലക്കേസിലും ഇതേ സംഭവം തന്നെയാണ്. അദ്ദേഹം യാതൊരുവിധ രാഷ്ട്രീയമായിട്ടുള്ള യാതൊരു പകപോക്കലും ഇല്ലാത്ത ഒരാളായിരുന്നു. എന്തുകൊണ്ട് അയാളെ കൊലപ്പെടുത്തി എന്ന് വെച്ചാൽ ഇങ്ങനെ രാഷ്ട്രീയ അജണ്ട മാത്രമാണ് അവിടുത്തെ സംഭവം. അതിനകത്ത് CPM-കാർക്ക് ഉള്ള കൈ വേറെ ആർക്കും ഇല്ല. അവരാണ്. അതെ, എന്നിട്ട് ഇവർ തന്നെ കൊല്ലിച്ചൊരു രക്തസാക്ഷികൾ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി ഉള്ള രക്തസാക്ഷികൾ എന്ന് പറഞ്ഞ സന്ദേശം വ്യക്തമായിട്ടത് കാണിക്കുന്നുണ്ട്. ആരും വെറുതെ കുഴഞ്ഞു വീണ് മരിച്ചപ്പോൾ ഒരു രക്തസാക്ഷിയാക്കാൻ വേണ്ടിയിട്ടുള്ള അടിയാണ് അതിനകത്ത് കാണിച്ചത്. അത് എത്രയോ ശരിയാണെന്നാണ് വീണ്ടും വീണ്ടും കാണിക്കുന്നത്. ഇപ്പൊ ഈ കേസിൽ ഇപ്പം ഇരട്ട കൊലപാതക കേസിൽ അവർ വെളിയിൽ ഇറങ്ങുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇനി രാഷ്ട്രീയ കൊലപാതകം ഇപ്പൊ അടുത്തതായിട്ട് PP ദിവ്യക്കെതിരെ ഇവര് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നടപടി എടുക്കും. ഈ നടപടി എത്രയും നമ്മളിങ്ങനെ ചാനലുകൾ തുറന്നു നോക്കുമ്പോഴത്തേക്കും സർക്കാർ PP ദിവ്യക്കെതിരെ നടപടി എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് PP ദിവ്യ നേരെ ജയിലിനകത്ത് പോകുന്നു. 2 ദിവസം കഴിയുമ്പോൾ ഇവർ തിരിച്ചിറങ്ങും. കാരണം രാഷ്ട്രീയ സ്വാധീനം, അവര് നല്ലൊരു വനിതാ പ്രവർത്തകയാകും എന്നൊരു ആത്മവിശ്വാസം, പിന്നെ അവര് അകത്ത് പോയാൽ കൂടെ ആരൊക്കെ പോകും എന്നുള്ളൊരു ആശങ്ക, ഇതെല്ലാമാണ് CPM എന്ത് ചെയ്യുന്നത്, ഇവരെ സംരക്ഷിക്കാൻ കാരണം. അല്ലാതെ ഇവർക്ക്
ഇവര് ചിലപ്പം വളരെ വലിയൊരു രാഷ്ട്രീയ പ്രവർത്തക ആയില്ലെങ്കിൽ കൂടി ഇവരുടെ പുറകെ നിൽക്കുന്ന കണ്ണികളെ വമ്പന്മാരെ. വമ്പന്മാരെ ആരൊക്കെ ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമായിട്ട് CPM-ന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ അനുഭാവിയായ ആര് നവീൻ ബാബു ഇടതുപക്ഷ അനുഭാവിയാണ്. മരിച്ചുപോയ നവീൻ ബാബു ഇടതുപക്ഷ അനുഭാവിയാണ്. PP ദിവ്യ ഇടതുപക്ഷത്തിൽ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് നവീൻ ബാബുവിനെ മാത്രം ഒറ്റപ്പെടുത്തിയിട്ട് PP ദിവ്യയെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ PP ദിവ്യയുടെ പുറകിലാണ് ആൾക്കാർ കൂടുതലുള്ളത്. നവീൻ ബാബുവിന് സ്വത്തുക്കളില്ല, നവീൻ ബാബുവിന് ഇത്തരം രാഷ്ട്രീയ അജണ്ടകളില്ല. PP ദിവ്യക്ക് അങ്ങനെയല്ല. PP ദിവ്യക്ക് രാഷ്ട്രീയ അജണ്ടയുണ്ട്. PP ദിവ്യ നവീൻ ബാബുവിന്റെ മരണത്തിൽ പങ്കാളി ആയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ PP ദിവ്യയെ സപ്പോർട്ട് ചെയ്യുന്ന ആരോ ഉണ്ട്. ഒറ്റയ്ക്ക് അവർ കയറി അങ്ങനെ ഒരു വേദിയിൽ പോയി സംസാരിക്കുമ്പോൾ തളർന്നു പോകുന്ന ഒരാളല്ല നവീൻ ബാബു. അദ്ദേഹം അത്രയും വലിയൊരു പദവിയിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ ഇവരുടെ പിന്നിലുള്ള ആൾക്കാരെ കുറിച്ച് വ്യക്തമായിട്ട് അറിവുണ്ടായിരിക്കാം. വ്യക്തമായിട്ട് CPM നേതാക്കൾക്ക് അറിവുണ്ട്. ഇതുപോലെയുള്ള പ്രതികളെ വളർത്തിയെടുക്കുന്നതിൽ CPM-നുള്ള ഒരു കഴിവുണ്ടല്ലോ. അത് ഭയങ്കര, എന്താ പറയാ, അതിന് എത്ര പറഞ്ഞാലും അതിനെ മതിയാവില്ല. കാരണം ഇങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ് ഇനി ഭാവിയിൽ വരാൻ പോകുന്നുണ്ടെങ്കിൽ ഈ മാലയിട്ടൊക്കെ സ്വീകരിക്കുമ്പോൾ കൊടുക്കുന്ന സന്ദേശം ഉണ്ടല്ലോ, എത്ര മഹത്തായ സന്ദേശമാണ്. ഇവർക്കിനിയും എന്താ പറയാ, ഇനിയും ഇങ്ങനത്തെ പ്രതികള് അവർ വെളിയിൽ ഇറക്കി കൊണ്ടുവരും. നമ്മൾ അന്നേരം വിഡ്ഢികളെ പോലെ നോക്കിയിരിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്.